കരുണാസമുദ്രം രാധാസഹായവതി സുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. ഗുരുവായൂരപ്പാശരണം. എല്ലാവരും മെല്ലിത്തിളങ്ങുന്ന ഗുരുവായൂരപ്പ നമസ്കാരം. ആ വാച്ചില് 4:5. അപ്പോൾ അതിൽ 4:45 വരെ ആയാൽ നമുക്ക് 4:40 ആയി. അതുവരെ നോക്കാം. ഹരി ഓം നാരായണ. നമ്മൾ ഇന്നലെ നോക്കിയത് 22-ാം അധ്യായം വരെ. അതിൽ 1-2 കാര്യങ്ങളൂടി നമുക്ക് അനുസ്മരിക്കണം. വിതുരൻ ധൃതരാഷ്ട്രരെ കാണാൻ വന്നു. എപ്പോഴാ വന്നത്? ഉപദേശമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഉദ്ധവന്റെ കണ്ടതിന് ശേഷം, മൈത്രേയ മഹർഷി ഉപദേശം കഴിഞ്ഞ ശേഷമാണ് വിതുരൻ ഇവിടെ ധൃതരാഷ്ട്രരെ കാണാൻ വരുന്നത്. അപ്പോ വിതുരന് ഭഗവാന്റെ തിരോധാനം അറിയാം, പക്ഷെ പറഞ്ഞില്ല. കാരണം അതിൽ പ്രത്യേകം പറയുന്നത് അപ്രിയമായിട്ടുള്ളത് ആരോടും ഉടനെ പറയരുത്, അവർ തന്നെ അറിഞ്ഞോട്ടെ എന്നുള്ളത് ഭാഗവതം പറഞ്ഞു തരാണ്. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം. സത്യമാണെങ്കിലും അത് അപ്രിയമാണെങ്കിൽ പറയരുത് എന്ന് കാണിച്ചു തരാണ്. പിന്നെ അവിടെ തന്നെ ധൃതരാഷ്ട്രർക്ക് അനേകം പ്രാവശ്യം വിതുരൻ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. നമ്മൾ കാണും ഇങ്ങനെയുള്ള അധ്യായങ്ങളിൽ. അപ്പോഴൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ കുറുക്കി കൊള്ളമാരും പറഞ്ഞു. അല്ലെ, 100 കൊള്ളല് തല്ലിക്കൊടഞ്ഞ ആ കൈ കൊണ്ട്, ആ ഉരുട്ടി തരുന്ന ഭീമന്റെ കൈ കൊണ്ട് പിണ്ടം കൊടുക്കണമായി ചോറ് തിന്നോണ്ടിരിക്കാൻ ഇനി മതിയായില്ലേ? പോരാ, നായ്ക്കളെ പോലെയല്ലേ അങ്ങനെ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ആ കുറുക്കി കൊണ്ട ഓരോ വാക്കുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് ആ മനസ്സ് മാറി വിതുരന്റെ കൂടെ പോയി ആ എല്ലാം അവസാനിപ്പിച്ചു. അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു നമസ്കാരം കൊണ്ട് ഗുരുവായൂരത്തിൽ എത്തിച്ചേർന്ന ഒരു നമ്പൂതിരിയുടെ കഥയാണ്, അല്ലേ? എല്ലാം അറിയുന്ന ആളാണ്. പക്ഷെ പലപ്പോഴത്തും പലരും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് ചോദിച്ചു, ഇനി മതിയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുളിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചു. ആ തീർത്ഥക്കുളത്തിൽ മുങ്ങി പോയി നമസ്കരിച്ചു, ഭഗവാനിൽ എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു സമയം ഉണ്ട്. നമ്മൾ എത്ര ചെറുത്ത് പരിശ്രമിച്ചാലും നടക്കേണ്ടത് നടക്കുന്ന പോലെ നടക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുക തന്നെ, അത് എൻജോയ് ചെയ്ത് അത് അനുഭവിച്ചു കൊണ്ട് പോയി തന്നെ വേണം എന്ന് ഭഗവാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു, ബ്രഹ്മാവ് ഉപദേശിച്ച ശേഷം ഭാരതീയമേ, അവിടെ ഭാരതി എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. എന്റെ വാക്കുകളൊക്കെ ഭഗവാനെ അങ്ങയുടെ കരുണ കൊണ്ട് യാതൊരുക്കും ഒരു ഉപദ്രവമില്ലാത്ത വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരണമേ, വരുമല്ലോ എന്ന് അങ്ങയുടെ പറയാണ്. എന്നാലും ഈ ബ്രഹ്മാവ് തന്നെയാണ് പലപ്പോഴും നമുക്ക് രജോഗുണം വഹിക്കുന്ന സമയത്ത് ഓടിപ്പോവാണ്. പിന്നെ നോക്കൂ, നമ്മള് ആ ഭാഗം അനുസ്മരിച്ചില്ല. ജയവിജയന്റെ ശാപം കഴിഞ്ഞ സമയത്ത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ആയി വരും. ആ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വിട്ടുപോയി, ആ വഴിക്ക് വരാം. ഇത് ബ്രഹ്മാവിന്റെ സ്ഥിതി, ബ്രഹ്മാവാണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ധവനും വിതുരനോട് സംവാദത്തില് ഉദ്ധവൻ പറയും, വിതുര, ഭാഗ്യം കുറഞ്ഞവരാണ് ഈ യദുക്കൾ. അവർക്ക് ഈ കൃഷ്ണനെ മനസ്സിലായില്ല.
അവർ കൃഷ്ണനെ എന്താ വിലയിരുത്തിയെന്ന് വെച്ചാല്, ഒരു സമുദ്രത്തില് ധാരാളം മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളുടെ കൂടെ തന്നെ ചന്ദ്രന്റെ നിഴലുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു ഈ കൃഷ്ണനും നമ്മളെ പോലെയൊരു മത്സ്യമാണ്. അങ്ങനെയൊക്കെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കൃഷ്ണന്റെ മഹിമ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് കൃഷ്ണനുള്ളത് കാണിക്കുന്നത്. ഭാഗവതത്തിലുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ. പിന്നെ നോക്കൂ, 22-ാം അധ്യായത്തില് 23-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുന്നത് ആ ദേവഭൂതി ദേവി കർദമ പ്രജാപതിയെ പരിഹരിച്ചത് യഥാ ഭവാനീവ ഭവം. എങ്ങനെയാണോ ശ്രീപാർവതി ശിവനെ കുമാരസംഭവത്തിന് മുമ്പായിട്ട് പരിചരിച്ചത്, അതുപോലെയാണ് ചെയ്തത്. ലക്ഷ്മി പോലെ, ലക്ഷ്മി വിഷ്ണുവിനെ പോലെ എന്ന് പറഞ്ഞില്ല. കാരണം ഇവിടത്തെ അന്തരീക്ഷം അങ്ങനത്തെയാണ് അല്ലെ. ഭഗവാന്റെ ഇവിടെ വൈകുണ്ഠത്തിലുള്ള അന്തരീക്ഷവും ഈ കർദമ പ്രജാപതിയാക്കുന്ന അന്തരീക്ഷവും അതുപോലെയാണ് അത്ര അവിടെ ശ്രമിച്ചത്. യഥാ ഭവാനി ഭവം. അങ്ങനെയൊക്കെ മുത്തുകളാണ് ഓരോ സ്ഥലത്തും കൊണ്ട് നിറച്ചിരിക്കുന്നത് ഈ വ്യാസഭഗവാൻ. 22-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയപ്പോ കർദമ പ്രജാതിനെ ദേവഹൂതി ദേവി വളരെയധികം ശുശ്രൂഷിച്ചുകൊണ്ട് ആള് വ്രതം അനുഷ്ഠിച്ചും ഈ ശുശ്രൂഷ ചെയ്തും ആളെ അറിയാണ്ടായി തുടങ്ങി. കർദമ പ്രജാതിക്ക് തന്നെ ഇത് വേണ്ടിയിരുന്നില്ല തോന്നി. അപ്പൊ ചോദിച്ചു, എന്താ അമ്മയുടെ ആഗ്രഹം ചോദിച്ചപ്പോൾ, എല്ലാ സ്ത്രീകളെ പോലെയും എനിക്ക് അങ്ങയിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് പ്രയോഗിച്ചത്. അപ്പൊ പറഞ്ഞു, ശരി, സന്താനം ഉണ്ടായി കഴിഞ്ഞാല് ഞാൻ എൻ്റെ വഴിക്ക് സന്യാസത്തിന് പോകും. ഇത് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അതിനടുത്ത് സ്വയംഭൂ വന്നപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ അതുവരെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ നോക്കൂ, ഭഗവാൻ കർദമ പ്രജാപതി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങയിൽ അവതരിക്കുന്നു. അപ്പൊ ഞാൻ അവതരിച്ചിട്ടില്ല, എന്നാലും കർദമ പ്രജാപതി പോവാൻ പുറപ്പെടുകയാണ് ഈ 9 കുട്ടികളുണ്ടായതിനു ശേഷം. അതെന്തിനാ? എങ്ങനെയുണ്ട് ഈ ദേവഹൂതിയുടെ മനസ്സ്, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവളുടെ ആഗ്രഹം എന്തുകൊണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രേ ആ ഒരു നിശ്ചയിച്ചത്. ശരി, അത് കഴിഞ്ഞു. ഭഗവാന്റെ ജന്മം കഴിഞ്ഞു. അതിന് ശേഷം വനമേവ ജഗാമഹ. ഭഗവാൻ നേരെ ഉള്ളപ്പോൾ തന്നെയും കർദമ പ്രജാപതി പോയത് കാട്ടിലേക്കാണ് തപസ് ചെയ്യാൻ പോയത്. അതായത് വീട്ടിലുണ്ടായി കഴിഞ്ഞാല് ആ കുട്ടികളുടെ സ്നേഹത്തില് ഉദ്ദേശം തെറ്റിപ്പോകുന്നതായിരിക്കും. ഭഗവാൻ അടുത്തുണ്ടെങ്കിലും അവനവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള പഞ്ചമത്തിൽ നമ്മൾ കാണും. സകല രാജാക്കന്മാരും എത്ര സുഖങ്ങൾ അനുഭവിച്ചിരുന്നാലും ഒടുവിൽ അവർ പോയി വനവാസത്തിൽ പോയി ആ ഭഗവാനെ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കർദമ പ്രജാപതി പോയതിനു ശേഷം സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ദേവഭൂതി ചോദിക്കുകയാണ് മകനോട്, ഞാൻ ഈ ഒരു ജന്മം കിട്ടിയിട്ട് എന്താണോ കർദമ പ്രജാപതിയോട് എൻ്റെ ഭർത്താവിനോട് പുത്രനോട് പ്രാർത്ഥിക്കേണ്ടത് അത് പ്രാർത്ഥിച്ചില്ല, വേറെ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു പോയി. അപ്പോ എനിക്ക് വേണ്ട ഉപദേശം തരണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മയോട് തുടക്കം തന്നെ പറഞ്ഞു, അമ്മ മനസ്സാണ് ഈ ബന്ധത്തിന് കാരണം, ഈ മനസ്സ് തന്നെയാണ് മോക്ഷത്തിനും കാരണം. അപ്പൊ മനസ്സ് ഈ വിഷയങ്ങളിൽ നിന്ന് വിവരിച്ച് എന്നിൽ വയ്ക്കൂ, ഭഗവാനിൽ വയ്ക്കൂ എന്ന് അവിടെ തൊട്ട് പറഞ്ഞു. ഇത് തന്നെയാണ് ഭാഗവതം 3-ാം സ്കന്ധം വായിച്ചു കഴിഞ്ഞാൽ ഭാഗവതം കഴിഞ്ഞു. ഭാഗവതം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ കൗരവത്തിൽ കഴിഞ്ഞു. അതിനുശേഷം അത് തന്നെയാണ് പല വിധത്തില് പലവരുടെ മുഖങ്ങളിൽ നിന്ന്. ഇപ്പം തന്നെ പ്രഭാഷണം പോലെ കേട്ടുന്ന സമയത്ത് പല വിധത്തിൽ പറയുന്നുണ്ടല്ലോ, അതുപോലെ പറഞ്ഞു വരാമെന്ന് മാത്രം. എല്ലാം ഒരേ തന്നെയാണ് പറഞ്ഞത്. മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് വൈരാഗ്യത്തെ വർദ്ധിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മനസ്സ് ഭഗവാനിൽ വയ്ക്കൂ എന്നാണ് തത്വം പറഞ്ഞു തരുന്നത്. മനസ്സിൽ ഭഗവാൻ വെച്ചു കഴിഞ്ഞാൽ അതിനുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് പറഞ്ഞു കൊടുത്തു. എന്താണ് ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, എന്ത് വിധത്തിലുള്ളത് പറഞ്ഞു കൊടുത്തു. അവിടെ തന്നെ സാഖ്യ ശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണല്ലോ ആ സംഖ്യയുടെ ശാസ്ത്രമായ 24 തത്വങ്ങളൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചു. അതിനുശേഷം അതൊക്കെ ജഡമായിരുന്നു. എപ്പോഴാണോ ആ ഭഗവാൻ
അതിൽ പ്രവേശിച്ചത് സലിലാമൃതതിഷ്ഠത. ഭഗവാൻ പുരുഷൻ പ്രവേശിച്ചത് മാത്രമേ ആ ജീവൻ വെച്ചുള്ളൂ അറിയാം. ഭഗവാനാണ് ഇതെല്ലാം കാരണം പറഞ്ഞു കൊടുത്തു. അതിലേക്കും 9 അധ്യായം കൂടിയിട്ട് വിശുദ്ധമായ പൗരോപദേശം നമ്മുടെ മനസ്സിൽ അതിൽ മുഖ്യമായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കണം, ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കണം, മനസ്സ് ഭഗവാനിൽ വെക്കണം, വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിക്കണം എന്ന് പറയുന്ന ആ തത്വം നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ കരുണ പ്രഹസിക്കട്ടെ എന്നുള്ള സർഗം എന്നുള്ള ആ ലക്ഷണത്തിനോടുള്ള തൃതീയ സ്കന്ധം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. 4ാമത്തെ സ്കന്ധത്തില് 4 പ്രകടനങ്ങളാണ് നമുക്ക് കാണാം. ആദ്യത്തെ അധ്യായത്തില് ഈ നരനാരായണ ഋഷി അവതാരം പറഞ്ഞു തന്നു. നരനാരായണ ഋഷി ഭട്ടതിരി കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ കുറച്ച് അത്രയൊന്നും പറഞ്ഞില്ല. അത് നമുക്ക് കാണാം, ദ്വാദശത്തിൽ കാണും, പക്ഷെ അവിടെ മുഴുവൻ പറഞ്ഞില്ല. ഈ നരനാരായണ ഋഷി ഉണ്ടായത് ഈ ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് 1000 കൊല്ലം യുദ്ധം ചെയ്യണം, 1000 കൊല്ലം തപസ് ചെയ്യണം. 1000 കൊല്ലം തപസ് ചെയ്താലേ ആ 1000 കൊല്ലം യുദ്ധം ചെയ്യുവാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. സഹസ്ര കവചം, 1000 കവചങ്ങളാണ് അത്ര അദ്ദേഹത്തിന്. അപ്പോൾ ഒരു കവചം, അപ്പോൾ 1000 പ്ലസ് 1000 തപസ്സയിലിരിക്കുമ്പോൾ ഒരാൾ യുദ്ധം ചെയ്യും. അപ്പോൾ ഒരു 1000 കൊല്ലം കഴിഞ്ഞാൽ ഒരു കവചം കൂടി. അപ്പോൾ പിന്നെ അടുത്ത ആൾ തപസ്സിന് പോകും, മറ്റാള് യുദ്ധത്തിന് വരും. അങ്ങനെയാണ് അത്ര നരനാരായണന്മാർ ഈ സഹസ്ര കവചനെ വധിച്ചത്. ചിലർ പറയും ഒരു കവചം ബാക്കി വെച്ചു, അതാണ് അത്ര കർണൻ എന്ന് പറയാറുണ്ട് ചിലര്. അത് എത്രത്തോളം ശരി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ആ സഹസ്ര കവചം എന്നുള്ള അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നരനാരായണ ഋഷി. അവർ മാത്രമാണ് അത്രേ ഈ ലോകത്തിൽ ആരെങ്കിലും മായയെ അറിയാത്തവരുണ്ടെങ്കിൽ, മായയെ ബാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ നരനാരായണ ഋഷിമാരും അവരിൽ തന്നെ പ്രഥമ ശിഷ്യനായ മാർക്കണ്ഡേയ ഋഷി മാത്രമാണ് മായ ബാധിക്കാത്തത്. അതാണല്ലോ മായ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണല്ലോ 12ാം സ്കന്ധത്തിലെ മാർക്കണ്ഡേയ ഋഷി പോവുക. അങ്ങനെയുള്ള നരനാരായണ അവതാരം കൂടി പറഞ്ഞു. പല അവതാരങ്ങളും അതിൽ പറഞ്ഞു വെച്ചു. ഇങ്ങനെ വംശപരമ്പരമൊക്കെ. 4ാമത്തെ സ്കന്ധം വിസർഗം എന്നാണ് പറയുന്നത്. വിസർഗം എന്ന് പറഞ്ഞാൽ അത് അതായത് ബ്രഹ്മാവിന്റെ സൃഷ്ടികളാണ് ഈ 4ാമത്തെ സ്കന്ധത്തിൽ. 3ാമത്തെ സ്കന്ധത്തിൽ സർഗം, അത് ഭഗവാന്റെ സൃഷ്ടി. സർഗം, വിസർഗം, ഇത് ബ്രഹ്മാവിന്റെ സൃഷ്ടികൾ. അതിലാണ് 4 പ്രകടനങ്ങൾ നമ്മൾ കാണാം. അത് സാധാരണ മനുഷ്യർ 4 വിധത്തിലുള്ളവരല്ലേ, സ്ത്രീകള്, കുട്ടികള്, പുരുഷന്മാര്, വയസ്സന്മാര്, അല്ലെ? അങ്ങനെ 4 പ്രകടനങ്ങൾ. അതിനെ പറയും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് 4 പ്രകടനങ്ങളാണ് കാണാം. അതിൽ ആദ്യത്തെ പ്രകടനം നമ്മുടെ ദക്ഷയാഗമാണ്. ഇപ്പൊ കൊട്ടിയൂര് കഴിഞ്ഞല്ലോ. കൊട്ടിയൂര് ദക്ഷയാഗം ആണത്രേ, അവിടെ നടന്ന സ്ഥലമാണത്രേ. അതിന്റെ ആ ഭൃഗുവിന്റെ താടിയുടെ ലക്ഷണത്തിനാണ് ആ സാധനം അവിടുന്ന് കൊടുത്തേക്കണെന്ന് പറയുന്നത്. ഭൃഗുവിന്റെ താടി വലിച്ചതുണ്ടല്ലോ, അതൊരു മുള പോലെ അടിച്ചുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഭൃഗുവിന്റെ താടി കുറച്ചെടുത്തല്ലോ, അതാണ് അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്രേ. അതാണ് കൊട്ടിയൂരിന്റെ മഹാത്മ്യം. അങ്ങനെ സതീദേവിയോട് ഭഗവാൻ പറഞ്ഞു, അത് പോയാൽ അബദ്ധമാണ്, വേണ്ട, മരണായ പശ്യത, മരണം വേണമെങ്കിൽ സംഭവിക്കാം, വേണ്ട എന്ന് പറഞ്ഞു. ഒരു കാലം എടുത്ത് വയ്ക്കും പോകണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇത് ഓർമ്മ വരും. അങ്ങനെ സംശയിച്ച് പൂവല്ലെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അനുഭവിച്ചു. ആരും ശ്രദ്ധിച്ചില്ല, അമ്മയും പെങ്ങന്മാരും ഒരാളും ശ്രദ്ധിച്ചില്ല. അച്ഛനാണെങ്കിൽ ആ ഭാഗത്ത് നോക്കിയില്ല. വളരെ വിഷമായി, വേണ്ടിയിരുന്നില്ല തോന്നി. കുറെ ഉപദേശിച്ചു അച്ഛനെ, വൈദ്യൊക്കെ പറഞ്ഞു കൊടുത്തു. 2 അക്ഷരം ശിവ എന്നുള്ള 2 അക്ഷരം പറഞ്ഞു കഴിഞ്ഞാലുള്ള മോഷണാചാര്യാണ്ട് പോയല്ലോ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്തിനാണ് ശിവൻ ഭസ്മം ഇടുന്നത്? ഈ ഭസ്മം ആവി പോകുന്നുമല്ലാവരും, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭസ്മത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പല കഥകളും പറഞ്ഞു കൊടുത്തു. ഒടുവിൽ പറഞ്ഞു, എവിടുന്നാണോ ഞാൻ വന്നത്, എപ്പോഴെങ്കിലും എന്നെ ഒന്നും പറയില്ല, എന്നെ പോയാൽ ഉടനെ സ്വീകരിക്കും. അത്ര കരുണാമയനാണ് ഭഗവാൻ. പക്ഷേ എന്നെങ്കിലും ചിലപ്പോൾ കളിയാക്കും, ദാക്ഷായണി എന്ന് വിളിച്ചാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് അങ്ങയിൽ വന്ന ദേഹം ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. ആ സമയത്താണ് ഗംഭീരമായ യുദ്ധം. അപ്പോഴാണ് ഭഗവാന്റെ ജനയിൽ നിന്ന് ഉപയോഗിച്ച വീരഭദ്ര പെരുമാൾ ഉണ്ടായി, എല്ലാം നശിപ്പിച്ച്. അതിനുശേഷം എല്ലാവരും കൂടി യാഗം മുഴുവനാക്കണമല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്ഥിതിയിലായിരിക്കുന്നു, ഇത് ഭാവിയിൽ ആർക്കും ബാധിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ബ്രഹ്മാ തപസ് ചെയ്തിട്ടാണ് ദക്ഷിണാമൂർത്തിയുടെ ദർശനം. ദക്ഷിണാമൂർത്തി പറഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല, അവര് ശിക്ഷ
കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം, അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓർമ്മയുണ്ടായിരിക്കണം, നാളെ ഇതുപോലെ ആരും ചെയ്യരുത്. അതുകൊണ്ട് അതിന് എന്തെങ്കിലും മാർക്ക് വെക്കണം. അപ്പോൾ ദക്ഷന് ആടിൻ്റെ തല വെച്ചോളൂ, അങ്ങനെ ഓരോരുത്തർ പല്ല് പോയ ആൾക്ക് പല്ല് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഓരോ കൊടുത്തതിന് ശേഷമാണ് ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനും ശിവനും ബ്രഹ്മാവും എല്ലാം ഡിവിഷൻ ഓഫ് ലേബർ എന്നതൊക്കെ 3 സത്വങ്ങളാണ്. അതുകൊണ്ട് ആരെയും വ്യത്യാസം കാണരുത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ ദക്ഷയായ ചരിത്രം. ആ ദേവിയാണ് ഹിമവാന്റെ പുത്രിയായിട്ട് ഹൈമവതിയായിട്ട് ജനിച്ച് പിന്നെയും തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ആ 7ാമത്തെ അധ്യായം സമർപ്പിച്ചത്. 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഇത് 3 പ്രാവശ്യം ആ 5 ശ്ലോകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണ് അതിൽ തന്നെ പറയുന്നുണ്ട് 3 പ്രാവശ്യം വായിക്കണമെന്ന്? കാരണം പറയുന്നത്, നമ്മൾ വേനന്റെ കഥ അറിയാൻ പോകണം, ദുരന്ത ചരിത്രം കഴിഞ്ഞിട്ട്. വേനൻ എത്ര ദുഷ്ടനായിരുന്നു എന്നുള്ളത് നമ്മൾ കാണും. അതിലും ഭയങ്കര ദുഷ്ടമായിരുന്നു അത്ര ഈ വംശത്തിലുണ്ടായിരുന്നത്. ധ്രുവന്റെ വംശം കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പുള്ള രാജാക്കന്മാര് വേനനെയും കാട്ടിലും കടുത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ വംശം പറയാൻ വ്യാസഭഗവാന് മടിയില്ല. അപ്പോൾ എന്നാൽ പറയാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഒന്ന് ഓടിച്ചു പോയി. എന്തിനാണ് ഓടിച്ചു പോയത്? ഇവരൊക്കെ എത്ര ദുഷ്ടന്മാരാണ്. അപ്പം നമുക്ക് തന്നെ തോന്നില്ലേ, ചില ദുഷ്ടന്മാരെ കണ്ടുകഴിഞ്ഞാൽ അവരെ പോലെ നമ്മൾ ആവരുത്, അവരെ പോലെ നമ്മൾ ആവരുത് തോന്നലെങ്കിലും വരട്ടെ, 3 പ്രാവശ്യം വായിക്കുന്നുണ്ട് എന്നുകൊണ്ടാണ് അത്ര അത് 3 പ്രാവശ്യം വായിക്കാൻ ആവുമെന്ന് പറയുന്നത്. ഇത് സുന്ദർകുമാർ ഒരു ഇതിൽ പറഞ്ഞതാണ്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ധ്രുവചരിത്രത്തിൽ ഭഗവാൻ ധ്രുവൻ ചെറിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ സുനീതി ഒന്നും പറഞ്ഞില്ല, നല്ലതല്ലേ പറഞ്ഞത് എന്നുകൊണ്ട് ആ പറഞ്ഞതിൽ തന്നെ നല്ല വഴിക്കെടുത്ത് ആരെന്ത് പറഞ്ഞാലും അതിലുള്ള നല്ല ഭാഗം എടുത്ത് നമ്മൾ പ്രയോഗിക്കുന്നത് കാണിച്ചു തരണം. സുനീതി തന്നെയാണ് അവിടെ. സുനീതി പറഞ്ഞു തന്ന് ആ ഭഗവാനെ തപസ് ചെയ്യാൻ പോയ നാരദ മഹർഷിയെ കണ്ടപ്പോൾ നാരദ മഹർഷി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞു നോക്കി. മടിയിലിരിക്കേണ്ടത് ഞാൻ മടിയിൽ എത്തിത്തരാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് വേറെ വല്ല വഴി നോക്കിക്കോളോ, തപസ് ചെയ്യാൻ വല്ലവരെയും പറഞ്ഞു തരൂ എന്ന് ആ ക്ഷത്രിയന്റെ ദൃഢത മനസ്സ് കാണിച്ചു കൊടുത്ത് അതിനുശേഷമാണ് ഭഗവാനെ ധ്യാനിക്കാനുള്ള രൂപവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രവും പറഞ്ഞു കൊടുത്തു. 5 മാസം കൊണ്ട് ഭഗവാനെ കഠിന തപസ് കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു. ആ തപസ്സിന്റെ ഭഗവാൻ മുഴുവൻ ഉള്ളിലാണ്. ഭഗവാൻ ഉള്ളിലായപ്പോഴാണ് ലോകം മുഴുവൻ കെടുക ഉറച്ചിട്ട് എല്ലാം വിഷമം. അപ്പോഴാണ് ദേവന്മാരും എല്ലാവരും സഹിക്കണം. എപ്പോഴോ ഭഗവാനെ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ അത് ഈ ധ്രുവന്റെ തപസ്സാണ്, അത് അടുത്ത് തന്നെ ശരിയാവെന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവന്റെ മുമ്പിൽ ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മുതലേ ഒരു നിമിഷത്തിന് അത് മാറ്റി നിർത്തിയിട്ട് നോക്കിയപ്പോൾ എന്താ എവിടെ എൻ്റെ രൂപം എന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് ഭഗവാനെ കണ്ടത്. കണ്ട ഉടനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 5 വയസ്സായ ബാലനല്ലേ, എങ്ങനെയാ സ്തുതിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോഴാണ് ഒക്കെ പോലെ ആ ശംഖ് കൊണ്ട് കവിൾക്കടൽ തടയപ്പോഴാണ് യോന്തപ്രവിശ്യ മമ ആദമമാം പ്രയുക്താം സഞ്ജീവയത്യഖില ശക്തി സരസ്വധാംന അന്യാന്ത അർത്ഥചരണ ശ്രവണത്വകാരീം നമോ ഭഗവതേ പുരുഷായ സത്യം എന്ന് പറയുന്ന 12 മുത്തുകളാണ് ആ അതിൽ വന്നത്. നമുക്ക് കാണിച്ചു തരാണ്. നമ്മളൊന്നും അറിയില്ല എന്ന് വിചാരിക്കേണ്ട. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല ധരിക്കേണ്ട. നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ തോന്നിക്കും. ഭഗവാൻ അതിലുള്ള അർത്ഥം മനസ്സിലാക്കി വായിക്കണം. പക്ഷെ കുറേ വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. സാൻസ്ക്രിറ്റിൻ്റെ കുറേയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, പതുക്കെ വായിച്ചു കഴിഞ്ഞാൽ, കുറേയൊക്കെ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്താ ഉള്ളിലിരിക്കണമെന്ന് കാണാൻ പറ്റും. അത് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഭാവം അതിൽ വരണം വായിക്കുമ്പോൾ എന്ന് കാണിക്കാനാണ് അത് പറഞ്ഞു തന്നത്. അങ്ങനെ ധ്രുവൻ തിരിച്ചു വന്നപ്പോൾ ധ്രുവന്റെ തപസ് ചെയ്യുന്ന സമയത്ത് രാജാവിനെ സമാധാനിപ്പിക്കാൻ പോയി നാരദ മഹർഷി വിഷമിക്കുന്ന കണ്ടപ്പോൾ അങ്ങയുടെ യശസ് വർദ്ധിക്കും, ധ്രുവൻ എത്രയോ സ്ഥലത്ത് എത്താൻ പോകണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സമാധാനമായത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ വരങ്ങളൊക്കെ കൊടുത്തു. ഭഗവാൻ അറിഞ്ഞപ്പോഴാണ് ധ്രുവൻ വിചാരിച്ചത്, ഞാൻ എന്താ നാരദൻ പറഞ്ഞ തത്വങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ, ഞാൻ എന്താ വേണ്ടത് എന്ന് എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു. അതിനുശേഷം ആ ഭഗവാൻ അനുഗ്രഹിച്ച പോലെ തന്നെ ഭരണം ചെയ്തു. പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഉത്തമന്റെ മരണവും എല്ലാം അവിടെ നടക്കേണ്ടതൊക്കെ നടക്കും. ഭഗവാൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉത്തമനെ
ഗന്ധർമാർ പലരും സുരുചി ആത്മഹത്യ ചെയ്യുന്നതും ഇതൊക്കെ ഭഗവാൻ എന്ന് പറഞ്ഞത് നടക്കേണ്ടതൊക്കെ നടന്നു തന്നെ ചെയ്തു. ഭഗവാൻ വായിച്ചത് കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നില്ല, ആത്മഹത്യ ഇല്ല എന്നില്ല, മരണം ഇല്ല എന്നില്ല എന്ന് കാണിച്ചു തരുന്ന അവിടെ. അതിനുശേഷം ധ്രുവന്റെ യക്ഷന്മാരുടെ സമയത്താണ് സ്വയംഭൂം എന്ന നിർദ്ദേശിക്കലും കുബേരം എന്ന വരങ്ങൾ കൊടുക്കുന്നത്. അതിന് ധ്രുവതത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് വിമാനം വന്ന് പോയിക്കൊണ്ടിരിച്ചാണ് ധ്രുവന് തോന്നി എൻ്റെ അമ്മ എന്തായി, എന്നെ ഇതിന് നയിച്ചെൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ മുമ്പിൽ പോകുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ മുമ്പിൽ പോകുന്ന വിമാനത്തിൽ അതിന് പിന്നിലാണ് ധ്രുവൻ പോയി അത് ഓർമ്മിച്ചിരിക്കുന്നത്. ആ ധ്രുവചരിത്രം നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനെ ആശ്രയിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ചെറുപ്പത്തിൽ സാധിക്കാത്തത് എപ്പോഴെങ്കിലും സാധിക്കാനുള്ള ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ധ്രുവചരിത്രം. മൂന്നാമത്തെ പ്രകടനമാണ് പൃഥു. ഈ വംശത്തിലാണ്, ധ്രുവന്റെ വംശത്തിലാണ് അങ്കൻ എന്നുള്ള രാജാവ്. അങ്കന് കുട്ടികളുണ്ടായില്ല. അപ്പോൾ യാഗം ചെയ്തു, അതിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടായി. ആ പുത്രൻ ഒരു ദുഷ്ടനായ പുത്രനായി. വേനൻ. എന്താ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ ചെയ്തു. ധർമ്മം അർത്ഥം കാമം എന്ന് ഒന്നേ ഉള്ളൂ. മോക്ഷത്തിനുള്ള ഭയങ്ങളൊന്നുമില്ല. അർത്ഥം കാമം, ധർമ്മം കൂടി ഇല്ല. അർത്ഥം കാമം അത് മാത്രം തന്നെ ഉള്ളൂ. വേനൽ ഒരു സമയത്ത് പറയാണ്, എൻ്റെ ദേഹത്തിലാണ് ദേവന്മാരൊക്കെ, അപ്പൊ എന്നെയാണ് പൂജിക്കേണ്ടത്, നിങ്ങൾ ദേവന്മാരെ തന്നെ പൂജിക്കേണ്ടത് എന്ന് മുനിമാരോടൊക്കെ അവരൊക്കെ ചെയ്തു. വേനൻ അങ്കൻ ഇതൊക്കെ കണ്ട് പോയി. ഒരു കാര്യം പറഞ്ഞിട്ട് പോയി, ഇങ്ങനെയുള്ള ദുഷ്ടമായ പുത്രന്മാരുണ്ടാവാണ് വേണ്ടത്. എന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം വൈരാഗ്യം വന്ന് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് അവിടെ ശ്ലോകത്തിൽ പറയാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഭാവത്തിൽ പല തലത്തും നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കണം. ഓരോ സ്കന്ധത്തിലും ഓരോ അധ്യായത്തിലും. ഇതിപ്പോ നമുക്ക് കുന്തിദേവി എന്താ പറഞ്ഞാൽ 2 വരങ്ങള് ദുഃഖങ്ങൾ ഉണ്ടാവണം, ബന്ധുസ്നേഹം വിജയിക്കുക പറഞ്ഞതാണ്. ഇവിടെ അങ്കനാണെങ്കിൽ എനിക്ക് ദുഷ്ടനായ പുത്രനെ തരുമെന്ന് പറഞ്ഞുകൊണ്ടുപോയി. അതിൽ ഓരോ സ്ഥലത്ത് ഓരോ പൃഥു പറയും എനിക്ക് 10,000 ചെവികളുടെ ശക്തി തരൂ എന്ന് പറയും അല്ലെ. അവിടെ നമ്മുടെ നവസ്കന്ധത്തിൽ പറയും, ജന്തിദേവൻ പറയും എനിക്ക് എല്ലാവരുടെ ദുഃഖങ്ങളും എനിക്ക് തരുമെന്ന് പറയും. അപ്പോൾ ഓരോരുത്തരുടെ എന്താ ചോദിക്കുക. പ്രഹ്ലാദം പറയും എനിക്ക് വരങ്ങളൊന്നും ചോദിക്കാതെയുള്ള ഒരു അത് തരും, വരങ്ങളൊന്നും ചോദിക്കാതെ എനിക്ക് മനസ്സിനെ തരും. അപ്പോൾ ഓരോരുത്തർ എന്താണ് വരങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നോട് നമ്മൾ അനലൈസ് നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് പൃഥു അങ്ങനെയാണ് ഈ വേനന്റെ വേനനോഹം എന്ന് പറഞ്ഞ ഇതിൽ മഹർഷിമാരുടെ ഇതിൽ ആ വേനന്റെ പാപം കൊണ്ട് തന്നെ മരിച്ചുപോയി. ആ ദേഹം സൂക്ഷിച്ചു അമ്മ. അത് കുറേ കഴിഞ്ഞപ്പോൾ കടന്നു. അപ്പോൾ ദുഷ്ടഭാവങ്ങളൊക്കെ പോയി. അതാണ് രാക്ഷസ വർഗമായിട്ട് പറയാണ് നിരാധ എന്നുള്ള അക്ഷരത്തിൽ. അതിനുശേഷം തോൾഭാഗം കടഞ്ഞപ്പോഴാണ് പൃഥു മഹാരാജാവ് ഉണ്ടായത്. അർച്ചിസ് എന്ന മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിൻ്റെ അവതാരം പൃഥുവുണ്ടായി. ഇങ്ങനെ 2-3 അവതാരങ്ങളാണ്. നമുക്ക് യോനി ഇല്ലാത്ത ഒരാൾ വരും. വൃത്രാസുരൻ അതുപോലെയാണ്, ദ്വിയോനിയാണ്. യോനി ഇല്ലാതെ അവിടെ തന്നെ ജനിക്കുന്ന അവതാരങ്ങളാണ് ഈ പൃഥു മഹാരാജന്റെ അവതാരങ്ങൾ. ആ പൃഥു ഭഗവാന്റെ അവതാരമാണെങ്കിലും എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് എല്ലാ കർമ്മങ്ങളും കൂടി കാണിച്ചു തരാണ്. ഭൂമി നമുക്ക് തന്നില്ലെങ്കിൽ ആ ഭൂമിയെ ശിക്ഷിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭൂമി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കുള്ള കാര്യങ്ങളും ഒരു പ്രകൃതിയെ പൂജിച്ചാൽ മാത്രമേ പ്രകൃതി അതിൻ്റെ അനുഭവങ്ങൾ തരുകയുള്ളൂ. അത് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് എല്ലാം തിരിച്ചേക്കേണ്ടി വന്നു. അതുകൊണ്ട് അങ്ങയുടെ പൂജ കൊണ്ട് തൃപ്തിയായ ഞാൻ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവരുടെ ഭക്തി കൊണ്ട് കറന്നെടുത്തോളം പറഞ്ഞുകൊണ്ട് ഭൂമി സർമുഷ്ണിയായി. ആ പൃഥു മഹാരാജാവാണത്രേ ഭൂമിയൊക്കെ കുന്നും പുലവും വൃത്തിയാക്കിയിട്ട് പട്ടണം ഗ്രാമങ്ങൾ എന്നുള്ളതൊക്കെ എത്തിപ്പെടുത്തത്. അതുകൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്നുകൂടി പേര് കൂടി വന്നത്. ആ പൃഥു മഹാരാജാണ്. ആ പൃഥു മഹാരാജാവ് അതിനുശേഷം ഭഗവാന്റെ ദർശനമുണ്ടാവും. ഇന്ദ്രനായിട്ടുള്ള ഒരു യുദ്ധമുണ്ടാവും. അപ്പോൾ ഇന്ദ്രനെ 100 ഇതല്ലേ, അപ്പോൾ ഏകോന ശതകൃതമാക്കി അദ്ദേഹം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏകാന്തകൃതമാക്കും. അതിനുശേഷം ഇവരെ സനത്കുമാരന്മാരുടെ ഉപദേശം കേട്ടതിന് ശേഷം ഭഗവാനിൽ എത്തിച്ചേരും. ഋതുവും അർച്ചിസും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 4ാമത്തെ ചരിത്രം. 3ാമത്തത് അതിനുശേഷമാണ് 24ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. നമ്മൾ
രുദ്രഗീതം വളരെ വിശദമായിട്ട് വൃത്തിയായിട്ട് നമുക്ക് എൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്നു. ഭഗവാന്റെ ഉത്തമ ഭക്തനാണ് മഹാദേവൻ. ആ മഹാദേവൻ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന സ്തോത്രങ്ങൾ, അത് നമ്മുടെ അടുത്തുള്ള ഗുരുവായൂർ തന്നെ ആണ് സംഭവിച്ചതെന്നുള്ള കൂടുതൽ നമുക്ക് അതിനോടൊരു അഭിപ്രായമാണ്. അതിനുള്ള രുദ്രഗീതം നമ്മുടെ മനസ്സിൽ വളരട്ടെ. അതിനുശേഷമാണ് ഈ കുട്ടികളൊക്കെ ഉപദേശിച്ചു. ആ കുട്ടികളവിടെ തപസ്സുകൊണ്ടിരിക്കട്ടെ, അപ്പോൾ അച്ഛനെന്ന് പോയി ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാചീന പരീക്ഷയുടെ അടുത്ത് നാരദം വരുന്നത്. നാരദം വന്ന് കാണിച്ചു കൊടുത്തു, അങ്ങ് യാഗം ചെയ്ത് എന്നെ തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ യാഗം ചെയ്ത പശുക്കളൊക്കെ കൂടിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഇയാളെ കൊട്ടാൻ വരുന്നത്. അപ്പോഴാണ് ഒരു കഥയുടെ രൂപത്തിൽ ഈ മനുഷ്യജന്മം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് കാണിക്കുന്ന പുരഞ്ജനോപാഖ്യാനം. ബുദ്ധിയെ ഭഗവാനെ മറന്ന് ബുദ്ധിക്കനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പുരഞ്ജനെ പോലെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധി അങ്ങനെ ഓരോന്നിനും പല 9 ദ്വാരങ്ങളുള്ള ഹിമാലയത്തിൻ്റെ തരത്തിലുള്ള കൊട്ടാരം എന്ന് പറയുന്ന മനുഷ്യജന്മമാണ്. ഇങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ട് ആ ഉള്ളിലുള്ള അന്തരാത്മാവായ ഭഗവാനെ മറന്ന് ബുദ്ധിക്കനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒടുവിൽ ആ ബുദ്ധി എനിക്കായ ശുക്രാണ്, എന്നെ മറന്നിട്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് വന്നുകൊണ്ട് പുരഞ്ജനനെ പ്രാചീന വർഗീസിനെ കയ്യിൽ നിർത്തി. അങ്ങനെ അതിൻ്റെ തത്വങ്ങളൊക്കെ ഓരോന്നും എന്തായിരുന്നു എന്നുള്ളതും ആരാണ് എന്തായിരുന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പുരഞ്ജന വ്യാഖ്യാനത്തിൽ. അത് നമ്മുടെ മനസ്സിൽ പ്രകാശിക്കട്ടെ. ചുരുക്കം ഇത് തന്നെയാണ്, ബുദ്ധിക്കനുസരിച്ച് ഭഗവാനെ മറന്ന് ബുദ്ധി പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അത് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് കാണിക്കുന്ന ഭാഗം. അതിനുശേഷമാണ് പ്രജയെ എവിടെയാണോ പ്രജയെ തപസ് ചെയ്തിരുന്നത് അവർ തിരിച്ചു വെച്ച് കൊണ്ടുണ്ടല്ലോ, അവർ തിരിച്ചു തരുന്ന സമയത്താണ് ഭൂമിയെ മുഴുവൻ സസ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നു. അവർക്ക് കോപം വന്നു. കോപം വരാൻ പാടില്ല അല്ലേ, വലിയ തപസ് ചെയ്ത ശേഷം കോപം വന്നു. നശിപ്പിച്ച സമയത്താണ് ഈ അവിടെ ഇന്ദ്രൻ്റെ പുത്രിയായ ജയന്തിയെ വിവാഹം കഴിച്ചുകൊണ്ടാണ് അതിൽ ദക്ഷൻ എന്നുള്ള ജന്മം കൂടി ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ആ 30-31 ആയുധങ്ങൾ സമർപ്പിച്ചു. ഇവിടെ ഭഗവാനെ മറന്ന് ബുദ്ധിക്കനുസരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ ഈ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു, അതാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവിൻ്റെ ജനിക്കുന്ന സമയത്ത് എന്താ കാരണം? സനകാദി മഹർഷിമാര് അവർ ഊർദ്ധ രേതസ്സുകളാണ്, അവർ നിർഗുണ തത്വത്തെ ആരാധിക്കുന്നവരാണ്. അവർക്ക് വൈകുണ്ഠത്തിൽ പോയി സഗുണനായ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അവർക്കും ആഗ്രഹം ഉണ്ടായപ്പോഴാണ് ഈ വഴ പുലിവാലൊക്കെ ഉണ്ടായത്. അവിടെ പോയപ്പോൾ അവർ തടഞ്ഞു. ആഗ്രഹം തടഞ്ഞപ്പോൾ കാമം, ക്രോധം അല്ലെ, കാമം തീർച്ചയായിട്ടും കാമത്തിൻ്റെ അനിയനോട് പുറപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് ജയവിജയന്മാരെ ശപിക്കാൻ തോന്നിയത്. അതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണ്, ഭഗവാന്റെ ഇത് തന്നെയാണ്. എന്നാലും ആ ഊർദ്ധരേതസ്സുകളായ സനകാദി മഹർഷിമാർക്ക് സഗുണബ്രഹ്മത്തെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ആഗ്രഹം ഉണ്ടായാൽ, ആഗ്രഹം നടന്നില്ലെങ്കിൽ അതിൽ ക്രോധം ഉണ്ടാകും. ക്രോധത്തിന് ശേഷം അതിനുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകാൻ കൂടി അവിടെ കാണിച്ചു തരാണ്. അതാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള 4ാമത്തെ സ്കന്ധം ഭഗവാന്റെ സന്തോഷത്തിനും ആയിട്ട് വരട്ടെ. അതിലുള്ള തത്വങ്ങളൊക്കെ നമ്മളിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ ഭഗവാൻ പ്രചോദിപ്പിക്കട്ടെ. 5ാമത്തെ സ്കന്ധം ബ്രഹ്മാണ്ഡ സൃഷ്ടി കഴിഞ്ഞു, ഭഗവാന്റെ സൃഷ്ടി കഴിഞ്ഞു, ഇതൊക്കെ എവിടെയെങ്കിലും ഇരുത്തണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 5ാമസ്കന്ധം. എന്താണ് 5ാമസ്കന്ധം ഇങ്ങനെ ക്രോസിൽ? അപ്പോൾ ഈ ശ്ലോകങ്ങളാവുന്ന സമയത്ത് അതിന് പരിമിതി ഉണ്ട്. ഇന്ന വാക്കുകൾ, ഇത്ര വാക്കുകളൊക്കെ അറിയാൻ പാടുള്ളൂ. അപ്പോൾ വ്യാസഭഗവാന് തോന്നി ഇതിങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കുറച്ച് ഇങ്ങനെ വിവരിച്ച് വരുന്ന സമയത്ത് അങ്ങനെ റെസ്ട്രിക്ഷനായി ശരിയാവില്ല. അതുകൊണ്ടാണ് അത്ര ഈ ഗദ്യമായിട്ട് ഈ പഞ്ചമം പല അധ്യായങ്ങളും രചിച്ചത്. അപ്പോൾ 5ാമസ്കന്ധത്തിൽ നമ്മൾ കാണാം, ഇതുവരെ നമ്മൾ പറഞ്ഞ സ്വാഭാവന വംശത്തിൽ ഉത്താനപാദൻ, പ്രിയവ്രതൻ, 3 പുത്രികൾ അല്ലേ. ഈ ഉത്താനപാദന്റെ വംശമാണ് നമ്മൾ ഇതുവരെ കേൾക്കുന്നത്. ഈ പ്രിയവ്രതൻ എന്തായി ചോദിക്കുമ്പോഴാണ്, പ്രിയവ്രതൻ നേരത്തെ തന്നെ അദ്ദേഹം നാരദന്റെ ആശ്രമത്തിൽ പോയി തപസ് ചെയ്യാൻ പോയി. അപ്പോൾ സ്വയംഭൂവനും ഉപദേശിച്ചു, സൃഷ്ടിയെ വർദ്ധിപ്പിക്കേണ്ട എങ്ങനെ തപസ്സം ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് തപസ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഒടുവിൽ ബ്രഹ്മാവ് വന്നപ്പോഴും ആൾ കേട്ടില്ല. ഒടുവിൽ നാരദ മഹർഷി തന്നെ പറഞ്ഞു, അങ്ങ് ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ട് വേണം സന്യാസം സ്വീകരിച്ച് ആശ്രമത്തിൽ വരാമെന്ന് പറഞ്ഞപ്പോഴാണ്
പ്രിയവർദ്ധൻ വിഗ്രഹ ജീവിതം ആരംഭിച്ചത്. അപ്പോൾ നാരദ മഹർഷി സാധാരണ എല്ലാവരെയും ഭഗവാനിൽ എത്തിച്ച് സന്യാസം സ്വീകരിച്ചാണ് പ്രയത്നിക്കുക. പക്ഷേ എക്സെപ്ഷണൽ കേസസിൽ ഇതുകൂടി നാരദ മഹർഷി ചെയ്യാറുണ്ട് എന്ന് കാണിക്കാണ് ആ പ്രിയവർദ്ധനെ തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ കൊണ്ടുവന്ന്, എന്നാലല്ലേ ആ സൃഷ്ടി വർദ്ധിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ കർമ്മം ചെയ്യുകയാണ് അവിടെ. അങ്ങനെ പ്രയോജന വംശത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ അധ്യായത്തില് പ്രിയവർദ്ധൻ പുതിർദേശ രാജ്യഭാരം തുടങ്ങി. അതില് ബഹിഷ്മതി എന്ന പത്നിയില് 10 പുത്രന്മാരുണ്ടായി. ഒരു പുത്രിയും, ആ പുത്രിയാണ് ശുക്രാചാര്യനെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു വരും. അതിലാണ് ദേവയാനി ഉണ്ടായത്. പ്രിയവർദ്ധൻ പരമ പുത്രങ്ങളൊക്കെ ഒടുവിൽ തന്നെ പുത്രന്മാരുണ്ടായി, അവരെ ബാധ്യതകൾ ഏൽപ്പിച്ചു, ഉടനെ തപസ്സിന് പോയി. ഇതാണ് നമ്മൾ എല്ലായിടത്തും കാണാം. ഇതുകൊണ്ട് നമ്മൾ ആചാര്യന്മാർ പറയും, എപ്പോഴും നമ്മൾ ഒരു പുത്രനായി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കന്യാസത്തിന് പോയെങ്കിലും അവരെ വഴിക്ക് വിട്ടിട്ട് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാണ്ട് അവരവർ കാര്യങ്ങൾ നോക്കിക്കോട്ടെ എന്ന് കാക്കക്കുട്ടികൾ കുരുകുട്ടികളൊക്കെ പറക്കാൻ കഴിഞ്ഞാൽ കൊത്തി പുറത്തേക്കാക്കത്ര ഇവിടെ നിർത്തില്ല. അതുപോലെ അവരെ വേറെ വെച്ച് അവർ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കാണിച്ചു തരാണ്. അനന്തരം പ്രിയവ്രതൻ പരമനായി സർവം വിട്ട് നാരദാശ്രമത്തെ പ്രാപിച്ച് ഭഗവാനെ പ്രാപിച്ചു. ആഗ്നേയത്തിരൻ തപസ് കൊണ്ടിരിക്കുമ്പോഴാണ് പൂർവജിത്തി എന്ന അപ്സരസിനെ ഉപയോഗിച്ച് അയാൾ ആ വഴിക്ക് പോയി. അയാൾക്ക് അദ്ദേഹത്തിന് നാഭി മുതലായ 9 പുത്രന്മാരുണ്ടായി. അവയിൽ അവരെ മുഴുവൻ രാജാക്കനാക്കി. ആഗ്നേയത്തിനും പിന്നെയും ആ കാമ്പഭോഗങ്ങളും സഹിക്കാതെ തന്നെ കുറച്ചു കാലം കൂടി ആ പൂർവജിത്തിലൂടെ കഴിച്ചു കൂട്ടി. നാഭി സർവാഭീഷ്ടനായ ഭഗവാനെ തന്നെ യാചിച്ചു. ഭഗവാനെ അയച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അപ്പോൾ ഋതുക്കൾ പറഞ്ഞു, രാജാവിന് ആഗ്രഹം അങ്ങേ പോലെ ഒരു പുത്രൻ ഉണ്ടാവാനെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ തന്നെയുള്ളൂ, ഞാനായി എൻ്റെ അംശാദരം യോജിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പരമഹംസ ധർമ്മങ്ങളെ ലോകത്തിൽ പ്രകാശിപ്പിച്ചാണ് ഈ മേരുദീപിയിൽ ഋഷഭൻ എന്ന പേരോട് കൂടിയിട്ട്, ഋഷഭൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നുള്ള പേരോടുകൂടി ഭഗവാൻ അവതരിച്ചു 3-ാമത്തെ അധ്യായത്തിൽ. 4-ാമത്തെ അധ്യായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഋഷഭൻ ഉണ്ടായ തുടർന്ന് തന്നെ നാഭി ആ പുത്രനെ ഋഷഭനെ രാജ്യഭരം ഏൽപ്പിച്ച് തപസ്സിന് പോയി. ഋഷഭൻ ലോകസംഗ്രഹാർത്ഥം കർമ്മങ്ങളൊക്കെ ആചരിച്ചു. ഇന്ദ്രൻ എപ്പോഴും ഇന്ദ്രൻ അതാണ്, എപ്പോഴും ഇന്ദ്രനും ബ്രഹ്മാവിനും ഇന്ദ്രനെ കുറച്ച് കൂടുതൽ തന്നെയാണ്. എപ്പോഴും രജോഗുണം വർദ്ധിക്കുന്ന സമയത്ത് അവന് ഒരു ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വന്നു കഴിയുന്നു. അവിടെ ഇന്ദ്രൻ ഇവിടെ വന്നു, എന്നെ ആരെങ്കിലും തോൽപ്പിക്കാൻ വരുന്നുണ്ടോ, എൻ്റെ സ്ഥാനം ആരെങ്കിലും എടുക്കാൻ വരുന്നുണ്ടോ എന്ന് വെച്ച് ഋഷഭൻ മഴ പെയ്ച്ചില്ല. ഒടുവിൽ ഋഷഭൻ തൻ്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്യിച്ചു. അവിടെ ജയന്തി എന്ന പത്നിയിൽ ഭരതൻ മുതലായ 100 പുത്രന്മാരുണ്ടായി. ആദ്യത്തെ പുത്രൻ ഭരതൻ രാജ്യം ഭരിച്ച കാരണം ഭാരതം അജനാഭം എന്നുള്ള വർഷം ഭാരതമായി മാറി. അതിലാണ് 9 നവയോഗികൾ. അവരുടെ ചരിത്രം നമ്മൾ ഏകാദശത്തിൽ കാണും. ബാക്കിയുള്ളവർ 89 പേര് ബ്രാഹ്മണന്മാരായി മാറി. ക്ഷത്രിയന്മാർക്ക് അവരുടെ യത്നം കൊണ്ട് ബ്രാഹ്മണരായി മാറാൻ പറ്റും എന്ന് കാണിക്കുകയാണ്. അതുപോലെ ഋഷഭൻ അതിനുശേഷം ഋഷഭനെ നമ്മളെ പോലെയൊന്നല്ല, ഈ 100 ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഋഷഭന് ഓഡിയൻസ് ഉണ്ടാവും. 100 പുത്രന്മാരെ വെച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരേ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈശ്വര അഭിമുഖമായി തീരുവാൻ സഹായിക്കാത്ത ഒരു ഗുരുവല്ല, ഒരു അമ്മയല്ല, അച്ഛനല്ല എന്നാണ് അതിൽ ഈ ഋഷഭന്റെ ഉപദേശത്തിൽ ഏറ്റവും മുൻകൂട്ടിയുള്ള കാര്യങ്ങളാണ്. ഭഗവാനെ എത്തിച്ചേരാനുള്ള മാർഗം ഉപദേശിക്കാത്ത ആരോ അവരുടെ ധർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് കാണിച്ചു തരാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടത് സജ്ജന സംസർഗമാണ് വേണ്ടതെന്നുകൂടും അവിടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കാണുന്നവർക്ക് ജഡനോ അന്ധനോ മൂകനോ എന്ന് കൊണ്ടുവന്ന് മാറി ഋഷഭൻ അതിനുശേഷം ഒരു അവധൂതനായി സഞ്ചരിച്ചു. സാമാന്യ ജനങ്ങൾക്ക് ബോധിക്കാൻ വേണ്ടി കിട്ടുന്നതൊക്കെ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. അതുകൊണ്ട് ഒരു മലമ്പാമ്പ് അങ്ങനെയാണല്ലോ, അപ്പോൾ അതിങ്ങനെയുള്ള മലമ്പാമ്പിൻ്റെ വ്രതമാണ് അദ്ദേഹം അനുഷ്ഠിച്ചത്. അതുകൊണ്ട് ഈ ഋഷഭന് യോഗസിദ്ധി കൊണ്ട് എന്ത് വേണമെങ്കിലും നേടാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെയാണ് ആ സിദ്ധികളെയൊക്കെ തീണ്ടിച്ചില്ല. കാരണം സിദ്ധികളൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ നമ്മുടെ യാത്ര, നമ്മുടെ ഉദ്ദേശം തെറ്റിപ്പോകും. അവിടെ തങ്ങിയിട്ട് ആ സിദ്ധികൾ കൊണ്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നു പോകും. ഇത് തന്നെയാണ് ഭട്ടതിരിയോട് നേരത്തെ പറയും,
നാരായണത്തിൽ അദ്ദേഹം ഇതുപോലെ സിദ്ധി വേണമെങ്കിൽ അദ്ദേഹത്തിന് കാണാമായിരുന്നു, ചെയ്തില്ല. നിങ്ങൾക്കും സിദ്ധി ഉണ്ടെങ്കിൽ നല്ലതല്ലേ, പാദം പിടിച്ച് ഇറക്കാൻ പറ്റാമെന്ന് അറിയുന്ന സമയത്ത് കുറച്ച് സിദ്ധിയോട് കൂടിയിട്ട് അറിയുന്ന സമയത്ത്. പക്ഷെ അദ്ദേഹം ഈ സിദ്ധികളെയൊന്നും അഭിനന്ദിച്ചില്ല എന്ന് പറയുന്നത്. ഋഷഭൻ ഇതുപോലെ ഒരു കാട്ടുതീ വന്നപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ചു. അത് ഭഗവാൻ ഋഷഭനെ ആണ് സുഗബ്രഹ്മ ഋഷി ആദ്യമായി നമസ്കരിക്കുന്ന ഭാഗം. ഇരുട്ടിൽ നിന്ന് നമസ്കരിക്കുകയാണ് ഈ ഋഷഭാവതാരത്തെ, ഭഗവാന്റെ അവതാരത്തെ. ഋഷഭന്റെ പുത്രനായ ഭരതൻ 7-ാം അധ്യായത്തിൽ ഗംഭീരമായ രാജ്യഭാരം, പഞ്ചജനിയെ വിവാഹം കഴിച്ചു. അവർക്ക് 5 പുത്രന്മാരുണ്ടായി. പലവിധ യജ്ഞങ്ങൾ കൊണ്ട് ഭഗവാനെ ശ്രദ്ധപൂർവ്വം യാചിച്ചു. ഭഗവാനെ ഗംഗാബ്രഹാം പോലെ ഭഗവാന്റെ ചിന്തകൾ മാത്രം ഒഴിഞ്ഞു. ഒടുവിൽ വളരെ കാലം രാജ്യഭരണ ശേഷം പുത്രന്മാരെ രാജ്യഭരിപ്പിച്ച് ഭരതനും ഗൃഹാശ്രമത്തിൽ, നാരദന്റെ ആശ്രമത്തിൽ തപസ് പോയി. പരിപാവനമായ ചക്രനദിയിൽ കുളിച്ച് നിരന്തരമായ ഭഗവാരാധന കൊണ്ട് ആനന്ദരയിൽ ലയിച്ച് രോമാഞ്ച കുളിതനായി നിരുന്തകണ്ഠന അദ്ദേഹം ദൈതപ്രപഞ്ചത്തെ തന്നെ വിസ്മരിച്ചുകൊണ്ട് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള ഭാഗം വരെ എത്തി. പക്ഷേ ഒരു ദിവസം അദ്ദേഹം സമാധിയിൽ നിന്നുണർന്ന് നദീതീരത്ത് ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് അവിടെ പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻ വെള്ളം കുടിക്കാൻ വന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടു. പേടിച്ചു, മറുകരയിലേക്ക് എടുത്ത് ചാടി. കരയെത്തിയില്ല. ആ സമയത്ത് ഗർഭം സ്രവിച്ചു. ആ കുട്ടി പുഴയിൽ വീണു. അമ്മ മാൻ അപ്പുറത്ത് ചെന്ന് എത്തിയില്ല, അവിടെ ചെന്നത് മരിച്ചു. ഈ കുട്ടി ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തു. അത് എടുത്തപ്പുറത്ത് വിട്ടാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. അവിടെയാണ് ഭരതന് വേറെ 3 ജന്മം വേണ്ടി വന്നു ഭവനേക്കാൻ. അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ടായി. അത് വരെ ദയ കൊണ്ട്, ജീവകാരുണ്യം കൊണ്ട് അതിനെടുത്തു. പിന്നെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. പിന്നെ ഞാനില്ലെങ്കിൽ ഇതിനെന്താ ചെയ്യുക, ഞാനില്ലെങ്കിൽ അതിന് കുറുക്കന്മാർ പിടിക്കോ എന്നുകൊണ്ട് ഏത് സമയത്തും ആ മാന്റെ വിചാരം മാത്രം, ഭഗവാന്റെ വിചാരം മുഴുവൻ പോയി. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനിൽ മനസ്സൊന്നില്ല, ഒരു സ്ഥലത്തെല്ലാം മനസ്സ് വെക്കാൻ പറ്റുള്ളൂ അല്ലേ. മനസ്സ് ഭഗവാനിൽ വെക്കാതെ ഈ മാനിൽ വെച്ച് വിവശനായി ഇടയ്ക്ക് എഴുന്നേറ്റ് അതിനെ നോക്കും. ഇടയ്ക്ക് അത് പിന്നിൽ വന്ന് ഉരയ്ക്കുന്ന സമയത്തുള്ള ആ സുഖം കൊണ്ട് സന്തോഷപ്പെടും. അതെവിടെ കാണാനില്ല എന്ന് പറഞ്ഞ് പരിഗണിച്ച് ഓടി നടക്കും. ഒടുവിൽ അദ്ദേഹത്തിന് മരിക്കാനുള്ള സമയം വന്നു. ആ മാനിനെ ചിന്തിച്ച് മരിച്ചപ്പോൾ ഒരു മാനായി ജനിക്കുന്നത്. എന്താണ് അവസാന സമയത്ത് നമ്മൾ എന്തിനാണോ ചിന്തിക്കുന്നത്, സ്വന്തകാലത്ത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അതായി മാറും. അവിടെയും നമ്മൾ ഈ പുരഞ്ജനോപാഖ്യാനത്തിനും അത് തന്നെയാണ്. ആ പുരഞ്ജനിയെ ചിന്തിച്ച് നിറഞ്ഞ കാരണം പുരഞ്ജനി ആ സ്ത്രീയായിട്ട് ജനിക്കേണ്ടി വന്നു. അവിടെ തന്നെ ഈ ഭരതന് ഈ മാനെ കുറിച്ച് ചിന്തിച്ച് മാനായി ജനിക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ നിഷ്ഠ കാരണം മാനായിരുന്നെങ്കിലും ഭഗവാന്റെ ചിന്തകൾ മാറിയില്ല. കഴിഞ്ഞ ജന്മത്തിലുള്ള ആ സ്മരണകൾ ഉണ്ടായി. എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിലും അത് പോയി തിരിച്ചും ഈ പുലഹാചരണത്തിൽ തന്നെ എത്തിച്ചേർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അവിടെ ചെന്ന് അവിടെയുള്ള ആ ഋഷിമാരുടെ സാന്നിധ്യത്തിൽ അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഇരുന്നു. ഒടുവിൽ ആ ദേഹം ത്യജിച്ചു. അതിനുശേഷമാണ് ആ തീർത്ഥോദക ചക്രനദിയിൽ ആ മൃഗദേഹത്തെ ഉപേക്ഷിച്ചു. അനന്തരം ഭരതൻ തൻ്റെ പ്രാരബ്ധ കർമ്മങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി അംഗിരസന്റെ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആത്മാരാമനായ അദ്ദേഹം സാധാരണക്കാർക്ക് ജഡനായി പോന്നു. കഴിഞ്ഞ ജന്മത്തിലുള്ള തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയമായിരുന്നു. അതുകൊണ്ട് ഒരു ജഡനെ പോലെ ആരെന്ത് പറഞ്ഞാലും ഒന്നും പറയില്ല എന്നുള്ള കാലം. പിതാവ് അദ്ദേഹത്തെ വിദ്യ അഭ്യസിക്കാൻ കടന്നു പരിശ്രമിച്ചു ചോദിച്ചു. ഗായത്രി പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാരാമനായ അദ്ദേഹത്തിന് ഗായത്രിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ആത്മാരാമൻ അദ്ദേഹത്തിന് എപ്പോഴും ഭഗവാനിൽ തന്നെ ലയിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിയോ മന്ത്രങ്ങളോ ഉപദേശങ്ങളോ ഒന്നും ആവശ്യമില്ല. പിതാവ് ദുഃഖം കൊണ്ട് കാലുകൾ പ്രാപിച്ചു. അപ്പോൾ അമ്മ അതുപോലെ സതി ചെയ്ത് പിതാവിൻ്റെ കൂടെ പോയി. അപ്പോൾ 2ാമത്തെ അമ്മയുടെ കൂടെയായിരുന്നു വാസം. 2ാമത്തെ കുട്ടികൾ സഹോദരന്മാർക്ക് ഈ മഹാത്മാവിൻ്റെ മഹിമ മനസ്സിലായില്ല. അദ്ദേഹത്തെ വെറും ഒരു ജഡനെന്ന് കരുതി ആ ജഡഭരതൻ എന്ന പേരിൽ തന്നെ പേരും കൊടുത്തു. ജഡനല്ലേ, ജഡഭരതൻ എന്നുള്ള പേരും കൊടുത്തു.
ആ ആത്മാരാം അദ്ദേഹം എന്ത് കിട്ടിയാലും അതുകൊണ്ട് സന്തോഷിക്കും, കിട്ടിയോണ്ട് സന്തോഷിക്കുക, ആരെന്ത് പറഞ്ഞാലും അത് ചെയ്യും. നല്ല ഭക്ഷണം കിട്ടുമ്പോഴേക്ക് അതിന്നും, കിട്ടിയില്ല എന്ന് വെച്ചാൽ വേണ്ട, കേടെന്ന് വെച്ചാൽ ശരി, ധാരാളം കിട്ടിയാൽ ധാരാളം, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല. അതായത് ദ്വന്ദ്ം ഒന്നും അദ്ദേഹത്തിന് ബാധിക്കുന്നില്ല. അങ്ങനെ ഒരു ബ്രഹ്മ തേജസ്സാണെങ്കിലും പൂണോല് ഉണ്ട്, പൂണോല് കാണാനേ ഇല്ല, പിന്നെ കറുത്ത് ഒക്കെ ഒന്നും കുളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെ ഒരു ദിവസം വിചാരിച്ചു, ഇയാളെ എവിടെയെങ്കിലും നമുക്ക് ഒരു സ്ഥലത്ത് ഈ വിളവ് എന്ന് കാവലായിട്ട് നിൽക്കാം, മൃഗങ്ങൾ വരാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് കാവലാക്കി ഇരുത്തി. അപ്പോഴാണ് ഇയാൾ കാവലിരിക്കുന്നുണ്ടാവും, പക്ഷെ മൃഗങ്ങൾ വന്ന് ഒക്കെ തിന്നുണ്ടാവും. ആത്മാരാമനല്ലേ, മൃഗങ്ങളും എല്ലാം ഒന്ന് തന്നെയല്ലേ. പക്ഷേ മൃഗങ്ങളൊക്കെ തിന്നുപോയാലും വിളവ് ഇരട്ടിയോടെ ഇരട്ടിയായി വർദ്ധിച്ചു കൊണ്ടിരുന്നു അത്ര. ഭഗവാൻ ആത്മാരാമനായ ഇത് കാരണം അതിനൊന്നും ഒരു കുറവ് വന്നില്ല. ഒരിക്കൽ ഈ ആഭിചാരങ്ങൾ ചെയ്യുന്ന ഒരു തസ്കര പ്രമാണിക്ക് പുത്രോത്പത്തിക്ക് വേണ്ടിയിട്ട് ഒരു ഭദ്രകാളിക്ക് ഒരു പുരുഷ ബലി ചെയ്യണമെന്നുള്ള ആഗ്രഹം. അത് തീർച്ചയാക്കി ഒരാളെ പിടിച്ചു. പക്ഷേ അയാൾക്ക് സമയമായിട്ടില്ല, അയാൾ ഇങ്ങനെ രക്ഷപ്പെട്ടു, എവിടേക്കും ഓടി രക്ഷപ്പെട്ടു. അപ്പോ അയാളിത് ആളെ മുന്നിൽ കിട്ടിയില്ലെങ്കിൽ മുതലാളി എല്ലാം പറയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആളെ തടയാൻ പോയി. അപ്പോഴാണ് അവിടെ ഓടി നടന്നപ്പോഴാണ് ഒരു പാടത്ത് വീരാസനത്തിലിരിക്കുന്ന നമ്മുടെ ജഡഭരതനെ കണ്ടത്. അവർക്ക് വളരെ സന്തോഷമായി. വലിയ കൊടുക്കുമ്പോൾ നല്ല തന്നെ കൊടുക്കണം, നല്ല എലിച്ച ആളെ ഒന്നും കൊടുത്തിട്ട് കാര്യമല്ലോ, നല്ല ശരീരമുള്ള ആളെ, അംഗവൈകല്യമൊന്നും ഇല്ലാത്ത ആളെ കൊടുക്കണം എന്നാ പറയുക. അംഗവൈകല്യം ഇല്ലാത്ത നല്ല തൊടിച്ച് കൊടുത്ത ആളെ കൊടുക്കണം, നല്ല ദേവി പ്രസാദിക്കുള്ളൂ. വിധികാരം സ്ഥാനപരമായി കഴിച്ചു, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, നല്ല കുളിപ്പിച്ചു, നല്ല വേഷമൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദൈവയുടെ മുകളിൽ കൊണ്ട് നിർത്തി. ആ തസ്കര പുരോഹിതൻ ആ ബലി അർപ്പിക്കുവാനായി മൂർച്ചയുള്ള വാള് കയ്യിലെടുത്ത് ആ ഇയാളെ വെട്ടാൻ പുറപ്പെട്ട സമയത്ത് അകത്തിരിക്കുന്ന ഭദ്രകാളിക്ക് സഹിച്ചില്ല. ഈ ബ്രാഹ്മണനെ, ഈ ആത്മാരാമനെ ഉപദ്രവിക്കുന്നത് സഹിച്ചില്ല. അവിടുന്ന് അട്ടഹാസത്തോടെ വന്നു തന്ന് ഏത് വാളുകൊണ്ടാണോ ജഡഭരതനെ മുറിക്കാൻ ഉദ്ദേശിച്ചത്, കൊല്ലാൻ ഉദ്ദേശിച്ചത്, ആ വാളുകൊണ്ട് തന്നെ ആദ്യം ആ പുരോഹിതനെ അറുത്തു കൊന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇതൊക്കെ വെച്ചു. അവിടെ രക്തം കുറെ കുടിച്ചു. അവരുടെ തലയെ എടുത്തുകൊണ്ട് പന്ത് കളിച്ചു എന്നാ പറയുന്നത്, കന്തുകലിയിലെയാണ്, തലകൾ കൊണ്ട് കഴിച്ചു. ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജഡഭരതൻ അറിയിക്കാൻ ഒരു ഭാവവ്യത്യാസവും ഇല്ല. ഈ വന്നതോ ഇവരെ കൊന്നതോ യാതൊരു വ്യത്യാസമില്ല. ഇങ്ങനെ ആഭിചാരം, ഇതുപോലെ ആഭിചാരങ്ങള് അവളുടെ നാശത്തിന് കാരണമായി തീരും എന്ന് കാണിക്കുകയാണ് ഈ അധ്യായത്തിൽ. ഏത് ആഭിചാര കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആഭിചാരത്തിൽ ഉദ്ദേശിച്ച കാര്യത്തിനല്ല വരിക, നമുക്ക് തന്നെ അത് ഉപദ്രവമായിട്ട് വരും എന്നും ഭാഗവതം നമുക്ക് പറഞ്ഞു തരാണ്. അതുപോലെ ആഭിചാര പ്രവൃത്തികൾ ഒന്നും നമ്മളും ഉദ്ദേശിക്കരുത്. തൻ്റെ ശിരച്ഛേദനം ആസന്നമായിട്ടും ജഡഭരതന് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല എന്നുള്ളത് ആശ്ചര്യമില്ല. കാരണം ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തു കഴിഞ്ഞു അല്ലേ, പിന്നെ ഇനി വരാൻ പോകണം. അദ്ദേഹത്തിന് ഇത് മുഴുവൻ ജഡമാണ് അല്ലേ. ഈ പഞ്ചഭൂതങ്ങൾ സംബന്ധിച്ച് ഇത് മുഴുവൻ ജഡമാണ്. ഇത് ആര് അടിച്ചാ എന്താ, കൊന്നാ എന്താ, അർത്ഥ എന്താ, എനിക്ക് യാതൊരു വ്യത്യാസമില്ല ആത്മാരാമന്മാർക്ക്. അത് അഹങ്കാരഗ്രന്ഥി പൊട്ടിപ്പോയി ആത്മാരാമന്മാർക്ക് എന്ത് പേടി, എന്ത് ഭയം എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം സമാപിച്ചു. ആചാര്യന്മാർ പറയും, ഈ ഭദ്രകാളി ഇത് കഴിഞ്ഞ് അതിൻ്റെ സ്ഥാനത്തേക്ക് പോയ സമയത്ത് ഒരു താങ്ക്സും കൂടി പറഞ്ഞില്ല നമ്മുടെ ജഡഭരതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം സമർപ്പിച്ചത്. എല്ലാ തത്വങ്ങളും എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ സന്തോഷത്തിനും വേണ്ട സമയത്ത് തോന്നാനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ ഗുരുക്കന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമൻ കായേന വാചാ മുഖരഭിമനസാ തദ്ബല പ്രേരിതാത്മാ യജ്ഞൽ കുർവേ സമസ്തം തതികവരവരെ ത്വയ്യസാവർപ്പയാമി. ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ.